അങ്ങനെ തുടർച്ചയായ 2 മത്സരങ്ങൾ സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ വിജയിച്ചുകൊണ്ട് 6 പോയിന്റോടുകൂടി നിലവിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള ഗ്രൂപ്പ് ഡിയിൽ 1-ാം സ്ഥാനത്താണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് തൊട്ടു താരെ മുംബൈ സിറ്റി എഫ് സിയും അതിലും താരെ പിന്നീടുള്ളത് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിയുമാണ്. ഇവർ രണ്ടുപേർക്കും സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ അത് കൂടുതലായിട്ടും ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ഗ്രൂപ്പിലെ അവസാന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ആയിട്ടുള്ള മത്സരത്തിന് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. നാളത്തെ ഒരു നില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ മത്സരത്തിൽ ഒരു സമനില പോലും, അതായത് ഒരു 0-0 സമനിലയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിൽ ക്വാളിഫിക്കേഷൻ, അതായത് സെമി ഫൈനലിലേക്ക് വേണ്ടിയുള്ള ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാവുന്നതാണ്. കാരണം ഒരു സമനിലയാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് 7 പോയിന്റ് ആകുമെന്നൊരു കാര്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ മറ്റുള്ള മത്സരത്തിൽ ജയിച്ചാൽ പോലും അവർക്ക് 6 പോയിന്റ് ലഭിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവർക്ക് ബ്ലാസ്റ്റേഴ്സിനെ താഴെ ഇറക്കുവാൻ സാധിക്കത്തില്ല. ആ ഒരു നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി അറിയാതെ മാത്രം നിന്ന് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സുഖമായിട്ട് തന്നെ സൂപ്പർ കപ്പിൻ്റെ അടുത്ത റൗണ്ടായിട്ടുള്ള സെമി ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് യോഗ്യത നേടുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 മത്സരങ്ങളും ആദ്യത്തെ മത്സരത്തിലെ പ്രകടനം വളരെ മോശമായിരുന്നുവെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരമായിട്ടുള്ള കോൾദോ ഒബേറ്റയുടെ ഒരു മികവിലൂടെയും പിന്നീട് യുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു മികച്ച പാസ് അല്ലെങ്കിൽ ഒരു ക്രോസിലൂടെയും ഒക്കെ തന്നെ നേടിയെടുത്ത ആ ഒരു ഗോളും പോരാത്തതിന് ആ ഒരു മത്സരത്തിൽ നേടിയെടുത്ത 3 പോയിന്റും പിന്നീട് ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ, അതായത് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിൻ്റെ ഒരു മികച്ച ആധിപത്യം പുലർത്തിയ ഒരു മത്സരത്തിലെ മികച്ച ഒരു പ്രകടനം, ആ ഒരു മത്സരത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് കോൾദോ ഒബേറ്റെ എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച സെൻട്രൽ ഫോർവേഡ് താരമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, മറ്റുള്ള താരങ്ങൾക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന ഒരു താരമാണ്. അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പിന്നോട്ട് പോയേക്കാം എന്നൊരു സംശയമൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കോൾദോ ഒബേറ്റ അതെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. നിലവിൽ 3 ഗോളോടുകൂടി സൂപ്പർ കപ്പിലെ നിലവിലെ ടോപ്പ് സ്കോററാണ് കോൾദോ ഒബേറ്റ. പോരാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ 2 മത്സരത്തിലും മിന്നിത്തിളങ്ങിയ താരം കൂടിയാണ് ഇദ്ദേഹം എന്നും എടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നാളത്തെ മത്സരത്തിലും ഇദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ അവസരം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതിനെല്ലാം പുറമെ നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ, അതായത് നാളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെയാണ്. നിലവിലെ മുംബൈ സിറ്റി എഫ് സിക്ക് 3 പോയിന്റാണ് ഉള്ളത്. 2 മത്സരങ്ങളിൽ നിന്നും ഒരു കളി മാത്രമേ അവർക്ക് ജയിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സിക്കെതിരെ അവർ പരാജയപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ അവർക്ക് 3 പോയിന്റ് ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയെടുത്താലും ഒരു സാഹചര്യത്തിൽ അതൊരു വലിയ ഗോൾ മാർജിനിലാണെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. ഒരു സമനിലയാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് പോകാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ ഉള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ നിലവിലുള്ളൊരു വിശ്വാസം. പോരാതെ തന്നെ ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുവാനായിട്ട് പോകുന്ന ഈ ഒരു മത്സരം നമുക്ക് ടി വിയിൽ അവൈലബിൾ ആയിരിക്കും. സ്റ്റാർ സ്പോർട്സ് ചാനലിൽ ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. പോരാത്തതിന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ആദ്യത്തെ 2 മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ലൈവ് മത്സരം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചാനൽ വഴിയായിരുന്നു. സോ ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ ടി വി ചാനൽ വഴി നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു ചാനൽ മത്സരം നമുക്ക് ലൈവായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പോരാത്തതിന് ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് സാധ്യതയുള്ള ഒരു സാധ്യതയിലൂടെ നമുക്ക് പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോൾ കീപ്പറായിട്ട് ഇനി മറ്റൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചിന്തിച്ച് പോകേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ 2 പോയ മത്സരത്തിലും ഒരു ക്ലീൻ ഷീറ്റ് പുലർത്തിക്കൊണ്ട് ക്രൂഷ്യലായിട്ടുള്ള പല സേവുകളും ഗോൾ പോസ്റ്റിൽ നടത്തുന്ന നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായിട്ട് നിലനിൽക്കുക. ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് മലയാളി താരമായിട്ടുള്ള സഹീഫിനും ഐബൻ ഡോലിങ്ങിനും അമീർ ആണവടയ്ക്കും അതുപോലെ യുവാൻ റോഡ്രിഗസിനും ആയിരിക്കും സാധ്യതകൾ ഉണ്ടാവുക. ഇനി മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഡാനിഷ് ഫാറൂഖിന് ഒരു സ്ഥിരസാന്നിധ്യമാവാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് ഫ്രെഡി ലാലമാവിക്കും അതുകൊണ്ട് തന്നെ നിഹാൽ സുധീഷിനും നമ്മൾ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. പോരാത്തതിന് ഐമൻ അസർ തുടങ്ങിയ താരങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സാധ്യത സ്റ്റാർട്ടിങ്ങിലും ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും കൂടുതൽ അറിയത്തില്ല. ഇനി അറ്റാക്കിംഗ് വരുന്ന സമയത്ത് ഉറപ്പായും നോഹ സദോയ്ക്കും ഉറപ്പായും ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ ഒരു മികച്ച പഠനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ യങ് താരമായിട്ടുള്ള കോറു സിംഗിനും ഈ ഒരു മത്സരത്തിൽ നല്ലൊരു അവസരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഉറപ്പായും കോൾദോ ഒബേറ്റ തന്നെയായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ പല താരങ്ങൾക്കും ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ മാറുവാനായിട്ടുള്ള സാധ്യത, ഒരു പൊസിഷനിൽ വരുവാനായിട്ട് സാധ്യതയുള്ള
ഒരുപാട് താരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതായത് മോർ ദാൻ 11 താരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എന്നാൽ തന്നെ ഉറപ്പായും ഒരു സ്റ്റാർട്ടിംഗ് ലെവലിന് പകരം ആ ഒരു പൊസിഷനിൽ വരുവാനായിട്ട് സാധ്യതയുള്ള താരങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ അല്ല നമ്മളിത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പൊസിഷനിൽ ആരൊക്കെ വരുവാനായിട്ടുള്ള സാധ്യതകളാണ് നമ്മൾ കൽപ്പിക്കുന്നതെന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നാളത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജും കഴിഞ്ഞ് സെമി ഫൈനലിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതായത് കറ്റാലയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന രണ്ടാമത്തെ ടൂർണമെൻറ്റിൽ ആദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സെമി കാണുവാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെമിയിൽ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതുവരെ ഒരു ട്രോഫി പോലും നേടാത്ത ഏക ISL ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് തന്നെയായിരിക്കും, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമായിരിക്കണം കൂടുതൽ പ്രഷറൈസ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. സോ അതിനാൽ തന്നെ ഒരു മികച്ച വിജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സൂപ്പർ കപ്പ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.